നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ചോദ്യ പേപ്പറിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കേസ് നമ്മൾ അറിഞ്ഞതാണ്. അതിന്റെ കറക്റ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് PSCക്ക് അതിനൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ പ്രൂഫ് വെച്ചിട്ട് നിങ്ങൾക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാമിനേഷന് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് PSCക്ക് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഉത്തര സൂചികയിൽ വ്യാപകമായിട്ടുള്ള തിരുത്തലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 7 ഉത്തരങ്ങളാണ് അതിനകത്ത് തിരുത്തിയിട്ടുള്ളത്. 3 ചോദ്യങ്ങൾ ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാമിനേഷനകത്ത് ഒഴിവാക്കിയിട്ടുമുണ്ട്. കൂടാതെ നമ്മുടെ ഫയർ വുമണിൽ ഒരു ചോദ്യത്തിന്റെ തിരുത്തൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിലെ 7 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന 100 ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ ഇത്രയും മിസ്റ്റേക്സ് വന്നാൽ ഇതിൽ പ്രശ്നമാകുന്നത് ഉദ്യോഗാർത്ഥികളുടെ ഈ പറയുന്ന മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ അവർക്ക് പരീക്ഷ എഴുതുമ്പോൾ ഒരുപാട് സമയനഷ്ടം ഇതിനകത്ത് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ 100 ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനെന്ത് ചെയ്യുക, അത്രയും ആക്യുറസി കൊണ്ടുവരാനായിട്ട് ഇനിയെങ്കിലും കേരള PSC ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നമ്മുടെ ഈ പറഞ്ഞ ഫെബ്രുവരി 17 ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനകത്താണ് ഈ പറയുന്ന വ്യാപകമായിട്ടുള്ള തിരുത്തലുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഒഴിവാക്കിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 38ാമത്തെ ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ട്, 69ാമത്തെ ചോദ്യം, 90ാമത്തെ ചോദ്യം, അതുപോലെ തന്നെ നമ്മുടെ തിരുത്തിയ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ട് 20ാമത്തെ ഉത്തരം തിരുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ 30ാമത്തെ ഉത്തരം തിരുത്തിയിട്ടുണ്ട്, 62ാമത്തെ ഉത്തരം തിരുത്തിയിട്ടുണ്ട്, 91ാമത്തത്, 92ാമത്തത്, അതുപോലെ തന്നെ 95, 96 ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇതിനകത്ത് തിരുത്തൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് തന്നെയായാലും ഈ കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ പറയുന്ന പേജിന്റെ ഫോട്ടോ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സൈസ് എക്സാമിനേഷൻ എഴുതിയവരാണ് എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഈ പറയുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കിയതും അതുപോലെ തന്നെ തിരുത്തിയ ഉത്തരങ്ങളും നിങ്ങളൊന്ന് റീചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഒരു കേസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നെക്സ്റ്റ് വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചറിന്റെ ഇംഗ്ലീഷ് തസ്തിക സൃഷ്ടിച്ചില്ലെങ്കിൽ, സർക്കാർ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ സമരത്തിലേക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോ നിങ്ങൾ സമരത്തിലേക്ക് പോയിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇവിടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ പ്രശ്നം പറഞ്ഞിട്ട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരപ്പന്തലിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിന് മേലെയായി. ഈ മാസം ഏപ്രിൽ പകുതി ആകുമ്പോഴത്തേക്കും, ഏപ്രിൽ 10 13 സംതിങ് ആകുമ്പോഴത്തേക്കും ആ ലിസ്റ്റും തീരെയാണ്. അപ്പോൾ സർക്കാർ അത് തിരിഞ്ഞു നോക്കത്തില്ല. നിങ്ങൾ അവിടെ ചെന്ന് ഇരുന്നാലും നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സമരം. അപ്പൊ അവരെ ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. കാര്യം അവർ ഈ പറയുന്ന ഒരു മന്ത്രിയുടെ വീട്ടിന്റെ ബാക്കിൽ ചെന്നിട്ട് എനിക്ക് അവിടുത്തെ ഒരു 2 സെന്റ് എഴുതി തരുമെന്നല്ല ചോദിക്കുന്നത്. ഇവർക്ക് ഈ പറയുന്ന അർഹതയുള്ള ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റിനകത്ത് വന്നതിന് ശേഷം സർക്കാർ പറഞ്ഞ വാക്കനുസരിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്നവർക്ക് ജോലി കൊടുക്കുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ട് അതിനകത്തുള്ള പകുതി ആൾക്കാർക്ക് പോലും ജോലി കൊടുക്കാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ ഏത് എക്സാം എഴുതിയാലും, അതിപ്പോൾ നിങ്ങൾ ഇനി വരാൻ പോകുന്ന CPO ആയാലും WCPO ആയാലും LD ആയാലും LG ആയാലും ഇനിയുള്ള SI ആയാലും ഏത് എഴുതിയാലും മുകളിലോട്ട് ഉന്നത റാങ്കിൽ മുകളിലോട്ട് റാങ്ക് ലിസ്റ്റിലോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പൊ ഏത് പരീക്ഷ ആയാലും ഇത് തന്നെയാണ് നിലവിലത്തെ അവസ്ഥ. ഇപ്പം നമ്മുടെ PSC എഴുതിയാലും UPSC എഴുതിയാലും SSC എഴുതിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്, അതിനനുസരിച്ച് പഠിച്ച് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കേരള ബാങ്കിന്റെ കാര്യമാണ്. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തയാണ്. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിയിപ്പുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം കേട്ടോ. അപ്പൊ എന്തായാലും ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ക്ലാസ്സുകൾ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കോഴ്സ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. 9996116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് 500 രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം ആ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. സെയിം നമ്പറിൽ തന്നെ പേയ്മെന്റ് ചെയ്യുക, സെയിം നമ്പറിൽ തന്നെ വാട്സപ്പിൽ ഈ പറയുന്ന പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന
സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ നോട്ട്സും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ ടോപ്പിക്ക് കഴിയുന്നതനുസരിച്ചുള്ള മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ CPO, WCPO ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ പറയുന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ LDC, LGSന്റെ ക്ലാസ്സുകൾ എടുത്ത് വരുന്നുണ്ട്. ഈ കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 200 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ. എക്സാമിനേഷൻ തീരുന്നത് വരെ ഈ പറയുന്ന കോഴ്സ് ഗ്രൂപ്പിന് വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ 200 രൂപ നേരത്തെ പറഞ്ഞ സെയിം നമ്പറിലേക്ക് തന്നെ പേയ്മെന്റ് ചെയ്യുക. അതേ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വാർത്ത എന്ന് പറയുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കുള്ള 5 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റിന്റെ സാധ്യതാ ലിസ്റ്റുകൾ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റുകൾ തീരുന്നു, നിയമനം അകലെ എന്ന് പറഞ്ഞിട്ട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിയമനം പകുതിയിലും താഴെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലത്തെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ VEOക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന അനുസരിച്ചുകൊണ്ട് നിയമന ശുപാർശ പോയിട്ടുണ്ടാകുമ്പോൾ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 1788 ആയപ്പോഴത്തേക്കും നിലവിലത്തെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 800-ൽ താഴെയാണ്, അല്ലെങ്കിൽ 800, 834 നിലവിലത്തെ നിയമന ശുപാർശ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 3 ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് റദ്ദായിട്ടുണ്ട്. ഇതിപ്പം കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ട് വീണ്ടും അതിന്റെ പുറകെ കിടന്ന് ഓടേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ നമ്മുടെ കേരളത്തിലുള്ളത്, അല്ലേ? അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആദ്യഘട്ട നിയമനത്തിലേക്ക് 299 പേർക്കാണ് പോയിട്ടുള്ളത്. ലിസ്റ്റില് 3415 പേരാണുള്ളത്. സ്റ്റാഫ് ലിസ്റ്റിന്റെ നിയമനം 55 പേർക്ക് കൂടി നിയമനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ നിയമനമാകാതെ 1024 പേര് പുറത്തേക്കാണ്. ലിസ്റ്റിന്റെ കാലാവധി ജൂൺ 16 വരെ മാത്രമേ ഉള്ളൂ. പുതിയ സാധ്യതാ ലിസ്റ്റിൽ 1238 പേര് വരുന്നുണ്ട്. എന്ത് ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കി. കാരണം നിയമനമാകാതെ 1024 പേര് പുറത്തേക്കാണ്. പുതിയ സാധ്യതാ ലിസ്റ്റിൽ 1234 പേര്, 38 പേര് അതിലുമുണ്ട്. എന്നിട്ട് ആ ലിസ്റ്റിലും ആളെ കുറച്ചിട്ടുണ്ട്. എന്നിട്ട് പഴയ ലിസ്റ്റിന്റെ കാലാവധി ജൂൺ 16 വരെയുള്ളൂ. സെയിം അവസ്ഥയാണ് നമ്മുടെ CPOയുടെ കഴിഞ്ഞ CPOക്കകത്ത് 2019 CPOക്കകത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് LDC കണ്ണൂരിൻ്റെത്, LPST കോട്ടയം, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇടുക്കി, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെയൊക്കെ അഡ്വൈസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PSC ക്യാഷ് നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ വാർത്ത തീർച്ചയായിട്ടും, ഈ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും PSC ഗ്രൂപ്പുകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.